ലക്ഷ്മി പറഞ്ഞത് ഒന്ന് അവിടെ ചോദിക്കണം. ചോദിക്കുമ്പം രണ്ട് ഗുണമുണ്ട്. ചോദിക്കുന്നവന് സമൂഹം ശ്രദ്ധ കൊടുക്കും, അങ്ങനെ ഒരു പോയിന്റ് എടുത്തിട്ടല്ലോ. ലക്ഷ്മിക്ക് അപ്പോഴായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാവുന്നത്. അപ്പോൾ ലക്ഷ്മിയുടെ സ്റ്റാൻഡ് പറയും, എന്താണ് അവൾ ഉദ്ദേശിച്ചത് അവൾ വ്യക്തമാക്കും. അത് വ്യക്തമാക്കി കഴിയുമ്പോൾ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും ഇതെന്താണ് ലക്ഷ്മി ഉദ്ദേശിച്ചതെന്ന്. പക്ഷേ ഇപ്പോൾ ലാലേട്ടൻ ചോദിച്ച സമയത്ത് ലക്ഷ്മി പറഞ്ഞപ്പോഴും നമുക്ക് ഏകദേശം മനസ്സിലായി അതിലെ നൂറെ തന്നെ ഉദ്ദേശമാണ് പറഞ്ഞതെന്ന് മനസ്സിലായി. പിന്നെ എന്തോ പുറത്ത് എവിടെ അങ്ങനെ ടോക്ക് ഉണ്ടോ? ഞാനത് കേട്ടിട്ടൊന്നുമില്ല. അക്ബറിന്റെ വീട്ടുകാർ വന്നിട്ട് അക്ബറിനോട് പറഞ്ഞു ഇവരുടെ അതായത് നിന്നുള്ള രീതിയിലേക്ക് അവിടെ വന്ന് കോള് വന്നു. അപ്പോൾ വന്ന സമയത്ത് ഇവിടെ ഷോയിലെ സംഭവം പറഞ്ഞില്ല, പക്ഷെ അത് ഇങ്ങനൊരു സംസാരം അവർ വന്നു പറഞ്ഞു എന്നുള്ളത് നൂറാദില പറഞ്ഞു. അതായത് ഉമ്മ അങ്ങനെ സംസാരിച്ചു എന്നുള്ള രീതിയിലേക്ക് ഷോക്കിടയിലേ ഇതൊരു സംസാരിച്ചു. അക്ബറിന്റെ കോള് വന്നപ്പോൾ സംസാരിച്ചു എന്നുള്ള ലാലേട്ടൻ പറയുകയോ അല്ലെങ്കിൽ അവിടുന്ന് ബിഗ് ബോസ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ വയൽക്കാർ വന്നൊരാൾ ഇവർ തമ്മിലുള്ള സംസാരം കേട്ടിട്ട് അങ്ങനെ ടോക്ക് ഉണ്ടായി എന്നുള്ള അവിടെ പറഞ്ഞു. ലാലേട്ടൻ ഓപ്പണായി ചോദിച്ചു, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു. ഞാൻ ഇങ്ങനൊരു സാധനം ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ കണ്ടു. ഞാൻ അക്ബറിനോട് അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറയാൻ ബിഗ് ബോസ് ടീമിനെ സമ്മതിക്കത്തില്ല, ഒരിക്കലും അത് പറയാൻ പറ്റും, അങ്ങനെ അവർ അനുവദിക്കത്തില്ല അത്. അപ്പോൾ അത്തരത്തിൽ ശരിക്കും അന്ന് ഡെമോ കാണിക്കാൻ വേണ്ടി മുന്നിട്ട് നിന്നതിൽ ഒരാൾ ആദിലയാണ്. അപ്പം ഞാൻ അതാ ചോദിച്ചു. ഇപ്പോൾ അപ്പം അവർക്ക് ഉണ്ടാവുന്നത് ഇപ്പോൾ ആര്യൻ ജിസയിൽ എന്നുള്ള രീതി, അതായത് അന്നത്തെ വിഷയത്തിൽ അവരങ്ങനെ ചെയ്തിരുന്നു ഇവർ രണ്ടുപേരുടെ പറഞ്ഞു. അതെ. അപ്പോൾ ഈ അവരത് ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടൊരു പുതപ്പെടുക്കലും അതിനെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഒപ്പ് നിൽക്കലും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതേ ഒരു ആരോപണം സൊസൈറ്റിക്കെതിരെ അല്ലെങ്കിൽ അവർക്ക് അത് ഹൗസിനുള്ളിൽ നടക്കുന്ന ഒരു കാര്യം ഒരാൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നതും പുറത്ത് നടക്കുന്ന ഒരു കാര്യം സംസാരിക്കുന്ന വ്യത്യാസമാണ്. ഇപ്പോൾ അനീഷിൻ്റെ ഫാമിലിയെ പറ്റി ചോദിച്ചു ജിഷിൻ. ഇതേ ജിഷിൻ ഡിവോഴ്സ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ലക്ഷ്മി ഡിവോഴ്സാണ്. അതൊക്കെ അതൊന്നും പാടില്ല അന്ന്. കാരണം പുറത്ത് ജീവിതം അല്ലല്ലോ ബിഗ് ബോസ് ഹൗസിനകത്ത് ഷോ. അപ്പം അതായത് ഞാൻ അകത്തു പോയാൽ ഇവരോട് ആരോടെങ്കിലും സംസാരിക്കാൻ ബിഗ് ബോസ് എന്നെ അനുവദിച്ചിരുന്നെങ്കിൽ ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളെ തള്ളിപ്പറയുന്ന ഒരാൾ, ഭാര്യ ആയിക്കോട്ടെ, സുഹൃത്തായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മൾ ബിഗ് ബോസിനകത്തേക്ക് വരികയും നമ്മളെ തിരിച്ചറിയുകയും ചെയ്തതിന് ശേഷം നമ്മളെ ഇന്നലകളിൽ കളഞ്ഞിട്ട് പോയ ഒരാൾക്കൊരു കുറ്റബോധം തോന്നിയാൽ നമ്മൾ സക്സസ് ആയി എന്നാണ് അർത്ഥം. നമ്മൾ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് വരികയും ഇന്നലെ വരെ നമ്മളെ തള്ളിപ്പറഞ്ഞിട്ട് പോയ ഒരാൾ അയാളോട് വലിയ സ്നേഹം പ്രേക്ഷകർക്ക് തോന്നുകയും ചെയ്യുകയും ഇവനെ കളഞ്ഞിട്ട് പോയത് നിൻ്റെ മഹാഭാഗ്യമാണ് എന്ന് ആൾക്കാർ പറയുകയും ചെയ്താൽ അത് പരാജയമാണ്. ഇപ്പോൾ ലക്ഷ്മിയെ ഉപേക്ഷിച്ചു പോയ ഭർത്താവിനോട് പ്രേക്ഷകർക്ക് സ്നേഹം തോന്നിയാൽ ലക്ഷ്മി ബിഗ് ബോസ് ഹൗസിലൊരു പരാജയമാണ്. അനീഷിനെ ഉപേക്ഷിച്ചു പോയ ഭാര്യയോട് ജനങ്ങൾ പറയുകയാണ്, എടി നീ കാണിച്ചൊരു വലിയ മണ്ടത്തരമല്ലേ, അയാളൊരു നല്ല മനുഷ്യനായിരുന്നില്ലേ എന്ന് പറഞ്ഞാൽ അത് അനീഷിൻ്റെ സക്സസ് ആണ്. അതായത് നമ്മളെ സമൂഹം തിരിച്ചറിയുകയും നമ്മളെ വേണ്ടപ്പെട്ടവർ തിരിച്ചറിയപ്പെടാതെ പോവുകയും ചെയ്തതുകൊണ്ടോ ഏതെങ്കിലും ആശയപരമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം അവർക്കിടയിൽ ഉണ്ടായിരുന്നതൊക്കെ കൊണ്ടാണ് ഈ ബന്ധങ്ങൾ ഇല്ലാതായി പോകുന്നത്. അപ്പോൾ സമൂഹം നമ്മളൊരു ശരികളിലേക്ക് എത്തും. ഇപ്പോൾ അത് പുറത്ത് നടക്കുന്നൊരു വിഷയത്തെയും ഹൗസിനുള്ളിൽ നടക്കുന്ന ഒരു ആക്ടിനെയും നമ്മൾ ചർച്ച ചെയ്യുന്നതോ അല്ലെങ്കിൽ ഞങ്ങളും അങ്ങനെ ശ്രദ്ധിച്ചിരുന്നു ഇവർക്കും അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇവരെ രണ്ടുപേരെയും ഏഷ്യാനെറ്റ് പ്രസൻറ്റ് ചെയ്തത് തന്നെ ലെസ്ബിയൻ കപ്പിളായിട്ടാണ്. ലെസ്ബിയൻ കപ്പിളായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരാൾ പിന്നെ ലെസ്ബിയൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ടോ അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസിൽ കയറ്റാൻ കൊള്ളൂ. ഒരാളെ ഒരിടത്ത് കയറ്റാൻ കൊള്ളാത്ത വൃത്തികെട്ട ഒരു വിഭാഗമാണെങ്കിൽ പിന്നെ അപ്പം ബിഗ് ബോസ് എന്താ ഒരു വീടിനെക്കാട്ടി മോശം പ്ലാറ്റ്ഫോമായിട്ട് മാറുക. അതാണ് ലാലേട്ടൻ ദേഷ്യം പറയുന്നത്. ആ പ്രസ്താവന വ്യക്തിപരമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സമൂഹത്തിൽ കയറ്റാൻ അല്ലെങ്കിൽ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്ന് പറയുന്നപ്പോഴത്തേക്ക് എനിക്ക് കമ്മ്യൂണിറ്റിയുടെ എതിർപ്പുണ്ട്. അപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ വീട്ടിൽ കയറ്റാൻ താല്പര്യമില്ല എന്നായിരുന്നു ആ പ്രസ്താവന. ഒന്നുകിൽ അതിനൊരു കാരണം പറഞ്ഞുകൊണ്ട് പറയാം, എന്തുകൊണ്ട് വൈ, ഇപ്പം ഞാൻ ഇന്ന കാരണം കൊണ്ട് ഞാൻ ഇവരെ വീട്ടിൽ കയറ്റുന്നില്ലെന്ന് പറയാം. പക്ഷെ അതിൽ എത്ര മനോഹരമായിട്ടാണ് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തത്. എനിക്കതാണ് അതിലെടുത്ത് തോന്നിയ റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു ഇഷ്ടം. ഇത് മറ്റൊരാൾ അനുകരിക്കുമെന്ന് ലക്ഷ്മി കരുതിയാൽ എങ്ങനെ അനുകരിക്കാൻ പറ്റും? ഒരാണും പെണ്ണും സ്നേഹിച്ച് ഒരുമിച്ച് വിവാഹ ജീവിതം ചെയ്താൽ പോലും സെക്സ് ചെയ്യണോ വേണ്ടതെന്ന് അവരെ രണ്ടുപേരെ മനസ്സിൽ തോന്നണം. പുറത്തും ആണും പെണ്ണും തമ്മിൽ കാണുന്നുണ്ട്. കാണുന്ന ആണും പെണ്ണും തമ്മിൽ ഒരു പെണ്ണിന് കാണുന്ന ആണുങ്ങളോടെല്ലാം സെക്സ് ചെയ്യാൻ പറ്റും? പറ്റത്തില്ല. അതിന് അവളുടെ മനസ്സിൽ അയാളോട് പ്രണയം തോന്നണം. ആണുങ്ങൾക്ക് പിന്നെ പറ്റും, അങ്ങനെ അത് പ്രശ്നമുള്ള കാര്യമല്ല. ആണുങ്ങളുടെ ബേസിക്കലി അവരെ സൃഷ്ടിച്ചേക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് ഇഷ്ടം തോന്നുമ്പോഴേ അവൾക്ക് ലൈംഗിക വികാരം ഉണ്ടാകത്തുള്ളൂ. അതാണ് നമ്മുടെ സമൂഹം. അപ്പോൾ പിന്നെ ആണും കയറി അങ്ങ് പ്രേമിക്കും, അവർ നാളെ തൊട്ട് ഇങ്ങനെ നടക്കും, അല്ലെങ്കിൽ രണ്ട് പെണ്ണും തമ്മിൽ അങ്ങ് പ്രേമിക്കും, അവരിങ്ങനെ അങ്ങ് നടക്കും എന്ന് കരുതുന്നത് ഭയങ്കര വിഡ്ഢിത്തരമാണ്. അത് വളരെ രസകരമായിട്ട് ആദിലേത് പറഞ്ഞു. അതവിടെ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലക്ഷ്മിക്ക് അപ്പോൾ എന്തിനാണ് ലക്ഷ്മിയുടെ സ്റ്റാൻഡ് പറയണം. ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതിലെന്ന് പറയാൻ പറ്റും. അപ്പോൾ അവൾ പെട്ടെന്ന് ലക്ഷ്മിക്ക് വേണേൽ പറയാം അത് നിങ്ങളെ വീട്ടിൽ കയറ്റത്തില്ലല്ലോ എന്ന് പറയാം. അത് അവരുടെ മനസ്സിൻ്റെ വൈകല്യം.
അവർക്ക് സമൂഹത്തിൽ മക്കളെക്കാട്ടിയും വലുത് സമൂഹത്തിൽ അവരുടെ അഭിമാനമാണ് എന്നുള്ള അവരുടെ ആദിലയുടെ നൂറയുടെ അച്ഛൻ്റെ അമ്മയുടെയും ചിന്തയാണ് ഈ പ്രശ്നം വരുന്നതിൻ്റെ കാരണം. ഇത് ഞാൻ അവരെയും കുറ്റം പറയത്തില്ല. കാര്യം സമൂഹത്തിൽ എല്ലാവർക്കും നിലനിൽപ്പാണ് വേണ്ടത്. അവിടെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഈ ചർച്ചകൾ വരികയും ഒരു വലിയ ഇപ്പം നാദറ എന്ന് പറയുന്ന ആളെ സമൂഹത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് ഒരു സമയത്ത് ഇറക്കി വിട്ടുന്നതാണ്. അവൾ ഒറ്റയ്ക്ക് എവിടേക്കോ അലഞ്ഞു തിരിഞ്ഞ് നടന്നവരാണ്. അവളെ വീട്ടുകാർ വന്ന് സ്വീകരിച്ചു. പിന്നീട് അവളുടെ ഉപ്പ സ്വീകരിച്ചു. അവളുടെ വീട്ടിൽ ഞാനും പോയി. അഭിഷേകിന്റെ കാര്യത്തിലും കഴിഞ്ഞ സീസണിലുണ്ടായി. അതെ. അപ്പം അങ്ങനെ ഒരു തിരിച്ചറിവ് കൊടുക്കുക, സമൂഹത്തെ കൊണ്ട് കൂടുതൽ ചിന്തിപ്പിക്കുക. അവരറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റല്ല ഇത്. അതങ്ങനെ സംഭവിച്ചതാണ്. അവർക്ക് ജന്മം കൊണ്ട് അവർക്ക് അങ്ങനെ സംഭവിച്ചു പോയതാണ്. അവർക്കൊരു പെണ്ണിന് ആണിനോട് സ്നേഹം തോന്നുന്നില്ല. അവർക്ക് ഒരു പെണ്ണിനോടേ സ്നേഹം തോന്നുന്നുള്ളൂ. അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊന്നുകളയാൻ പറ്റുമോ? ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റൂ. അക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ആവട്ടെ. അല്ലാതെ നിർബന്ധിച്ച് കെട്ടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അടിച്ചു പിരിയും. ഇപ്പോൾ ഇവിടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇത് ബിഗ് ബോസിൽ കയറാനൊക്കെ വേണ്ടിയിട്ട് കാണിച്ച് കിടക്കുന്ന പല ആൾക്കാരും ഉണ്ടല്ലോ. ട്രാൻസ് ആകാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ വേണ്ടി ബിഗ് ബോസിൽ കയറാനുള്ള മാർഗ്ഗമായിട്ട് അതിന് വേണ്ടിയിട്ട് വെപ്രാളങ്ങളും കോമാളിത്തരങ്ങളും കാണിച്ചു കിടക്കുന്ന ചില ടീംസ് ഉണ്ട്. അവരൊക്കെ നേരത്തെ വിവാഹം കഴിച്ചിട്ടുള്ളവരാ. ചിലർക്ക് കുട്ടിയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ ചിലർ പ്രഹസനം കാണിക്കും, ചിലർക്ക് ഇൻബോണായിട്ട് അങ്ങനെ ആയിരിക്കും, ചിലർക്ക് രണ്ടും ഒക്കെ ആയിരിക്കും. ഒരു ടോപ്പ് 3 എങ്ങനെ തോന്നുന്നു? ആരായിരിക്കും ഇത്തവണത്തെ സീസണിൽ 5 വല്ലതും എത്തുമെന്നുള്ള കാര്യം ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർക്ക് പോലും സംശയമാണ്. ഞാൻ അവിടെ ചെന്നപ്പം അവർക്ക് പോലും അവർ സംസാരിച്ചപ്പോൾ അവർ പോലും പറയുന്നത് ഇങ്ങനെ മാറി 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 ഓരോ ദിവസവും ഓരോരുത്തരുടെ പെർഫോമൻസും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ച, വോട്ടിങ്ങിൽ അതുപോലത്തെ വ്യത്യാസം ഒക്കെ നിൽക്കുകയാണ്. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് PR-ൻ്റെയും അല്ലാതെ ഒക്കെയുള്ള സപ്പോർട്ടിൻ്റെയും പേരിൽ ചിലർ വോട്ടിങ് കയറി നിൽക്കുന്നുണ്ട്. അനീഷിനെ പോലുള്ള ആൾക്കാർ നാച്ചുറലി ഫ്രണ്ട്ലി വരുന്നുണ്ട്. അക്ബർ കുറച്ച് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അക്ബർ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. ആദില നൂറായി രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഷാനവാസ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അനുമോള് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഒരു ടോപ്പ് 3 വരാൻ ഇനി ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം അത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈവൻ എൻ്റെ സീസണിൽ ഞാൻ ഒരിക്കലും വിഷ്ണു എവിക്റ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടില്ല. അനിയൻ മിഥുൻ അവൻ അങ്ങനെ പോയൊരു കഥ അടിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടില്ല. അത് പറഞ്ഞില്ലെങ്കിൽ അവൻ എവിക്റ്റ് ആവില്ല. ആ കഥയാണ് നെഗറ്റീവ് ആവുകയും എവിക്റ്റ് ആവുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ അനിയൻ മിഥുൻ ഓട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ നമ്മൾ വിഷമിച്ച സാധനം പിന്നീട് ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പൊ അത് ഏറ്റവും കൂടുതൽ എന്റർടൈൻ എന്നുള്ള രീതിയിലേക്ക് വന്നാണ്. അദ്ദേഹത്തിന് അത് പേഴ്സണലി വിഷമം ഉണ്ടാക്കിയിട്ട് മിഥുന്റെ സ്റ്റോറി പിൽക്കാലത്ത് അത് മാറ്റി. ഞാൻ പറഞ്ഞത് ഇപ്പം ഒരാൾ നാളെ കാണിക്കാൻ പോകുന്നത് എന്താണ് നമുക്കിന്ന് അറിയത്തില്ല. ഏറ്റവും മികച്ചതായിട്ട് ഇന്ന് വോട്ടിങ്ങിൽ നിൽക്കുന്ന ഒരാൾ നാളെ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചാൽ അയാൾ നാളെ പുറത്താവാം. അത് ഞാൻ ബിഗ് ബോസ് ഹൗസിൽ പോയപ്പോൾ എനിക്ക് ഇവരോട് പറയണമെന്ന് തോന്നിയൊരു കാര്യമാണ്. കണ്ടങ്ങിരിക്കും ജനങ്ങളെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മണ്ണിൻ്റെ തുള്ളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. അതുകൊണ്ട് 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തിയിട്ട് ഈ താഴെ ഇറക്കുന്ന ആളൊക്കെ പ്രേക്ഷകരാണ്. അപ്പോൾ ഇന്ന് വരെ നിങ്ങളെ ആഘോഷിച്ചിട്ടുള്ള പ്രേക്ഷകർ നാളെ നിങ്ങളെ ഒറ്റ കാരണം കൊണ്ട് മാറ്റിയേക്കാം. അതുകൊണ്ട് നിലവിലുള്ള പ്രകടന മികവിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലും പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അടിസ്ഥാനത്തിലും ഗെയിം സെൻസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലും അനീഷ്, ഷാനവാസ്, അക്ബർ, ആദില, നൂറ, അനുമോൾ, ഈ 6 പേരിൽ ആദില വോട്ടിങ്ങിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവരൊക്കെ ഒരു ടോപ്പ് 3-ലേക്കൊക്കെ എത്താൻ പോസിബിളായിട്ടുള്ള ആൾക്കാരാണ്.